നമ്മൾ വാട്സപ്പിൽ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ സ്മൈലി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ നമുക്ക് 3 രീതിയിൽ ഫ്രണ്ട്സിനെ ഞെട്ടിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് വീഡിയോ മുഴുവനായിട്ട് കാണാം. വാട്സപ്പിൽ നമുക്ക് 2-3 രീതിയിൽ നമുക്ക് സ്മൈലീസ് അയക്കാൻ പറ്റും. അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ രതീഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് കാണാം അവർ എനിക്കൊരു ഓഡിയോ അയച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഞാൻ അവരൊരു സ്റ്റിക്കർ അയച്ച സമയത്ത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു റൗണ്ടിൽ ഒരു ഐക്കൺ പോലെ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താന്നുള്ളത് ഞാൻ പറയുന്നത്, ഞാനത് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ കണ്ടില്ലേ, നമുക്ക് അവതാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കുറെ മുൻപ് വന്ന ഓപ്ഷനാണ്. പക്ഷെ ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം അറിയാത്തവരാണെങ്കിൽ ഇതുകൂടി ചെയ്തു വെക്കുക. അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം ഞാൻ ഏറ്റവും അവസാനം പറയാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതല്ലാത്തവരാണെങ്കിൽ, അങ്ങനെ വരാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവതാർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ അവതാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് യുവർ അവതാർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയാ അവതാർ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ അതിന് സാമ്പിളായിട്ട് തന്നിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൽഫി എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോ പോലെ തന്നെ ഉള്ളൊരു അവതാർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് നിങ്ങളുടെ സ്കിന്നിന്റെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അപ്പൊ അതുപോലുള്ള ഒരു അവതാറാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വരിക. അപ്പൊ ഞാൻ സ്കിൻ കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണ്, നിങ്ങളുടെ സ്കിന്നിന്റെ കളർ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, ഏത് രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ അതും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഏത് വേണമെങ്കിലും മാറ്റി കൊടുക്കാം, ഹെയർ സ്റ്റൈൽ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഫേസിന്റെ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ആണോ ഓവൽ ആണോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന്റെ ഷേപ്പ്, പിന്നെ ബോഡിയുടെ ഷേപ്പ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഡ്രസ്സിന്റെ സ്റ്റൈൽ, ഏത് ടൈപ്പ് ഡ്രസ്സാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അവതാർ, നമ്മുടെ സ്വന്തമായിട്ടൊരു അവതാർ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കിവിടെ പബ്ലിഷ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. താഴെ പബ്ലിഷ്, റെഡി ടു യൂസ് യുവർ അവതാർ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. ഇനി എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ താഴെ എഡിറ്റ് ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഞാനിവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ രൂപം കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ രൂപത്തിൽ ഒരു അവതാർ വരും. നിങ്ങൾ സെൽഫി ഉപയോഗിച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കറക്റ്റ് ആയിട്ട് അതിൽ വരും. ഏകദേശം അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറെ സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏത് സ്റ്റിക്കറാണോ വേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി എന്താണ് ഉപകാരം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഞാനൊരു അവതാർ അയച്ചു കൊടുക്കുകയാണ്. ഒരു അവതാർ സ്റ്റിക്കറാണ് അയച്ചു കൊടുത്തത്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് അവതാർ സ്റ്റിക്കർ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ്, കുറേ അവതാറുകൾ താഴെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുതൽ നമുക്ക് 3 ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റിക്കർ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട്സിന് അയക്കുന്ന സമയത്ത് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഹായ് അയക്കുകയാണ്. ഈ ഹായ് അയക്കുന്ന സമയത്ത് അയച്ചിട്ട് നമ്മളൊരു സ്റ്റിക്കർ കൂടി നമുക്ക് അതിന്റെ കൂടെ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് എടുത്ത് കാണുന്ന ആ സ്റ്റിക്കറിന്റെ ചെറിയൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുക. അവതാരം കൂടി നമ്മൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് 3 കാണിക്കും. ആദ്യത്തെ നമുക്ക് സാധാരണ സ്റ്റിക്കേഴ്സിന്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് കണ്ടില്ലേ, അവതാറിന്റെ ഒരു ലോഗോയും കൂടി വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് അവതാറിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത കണ്ടില്ല അവതാർ. ഇതിൽ നിങ്ങൾക്ക് ഏത് അവതാർ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയക്കാം. അതിന്റെ തൊട്ടടുത്തായിട്ട് GFന്റെ ഓപ്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെ 3 രീതിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് നമുക്ക് അയക്കുന്നതിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അവതാരം കൂടി നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തു വെക്കുക.